സ്വപ്നം പോലെ. Please come. No. Please make yourself comfortable. I'm okay. ഇതാണ് എന്റെ മുറി. സോറി, നമ്മുടെ മുറി. ഈ മുറി ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ, അന്ന് സ്നേഹ. ഓ യെസ് യെസ്, അത് ഞാൻ മറന്നു. എന്തു പറ്റി? എന്താ ആലോചിക്കുന്നേ? ഏയ് വേറൊന്നുമല്ല, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എവിടെ വെക്കുമെന്ന് ആലോചിക്കായിരുന്നു. ഓ അതാണോ കാര്യം? അതിന്റെ പേരിൽ സുമിത ടെൻഷൻ അടിക്കണ്ട. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. വരൂ. ഇവിടെ കണ്ടോ, ഇത്രയും സ്ഥലം സുമിതയ്ക്ക് സാധനങ്ങൾ വിൽക്കാനുള്ളതാ. സുമിതയ്ക്ക് ഇത്ര സ്ഥലം പോരെ? പിന്നെ ഇതൊക്കെ തന്നെ ആവശ്യത്തിലധിക. വലിയ കോടീശ്വരനും ബിസിനസ്സുകാരനും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം ഭാര്യയ്ക്ക് അലമാരയിൽ ഇത്തിരി സ്ഥലം പോലും കൊടുക്കാത്ത ഒരു അറു പിശുക്കനായി പോയല്ലോ. എന്റെ സാധനങ്ങളൊക്കെ ഞാൻ ഈ ചെറിയ സ്ഥലത്ത് ഇനി എങ്ങനെ വെക്കാനോ? എക്സ്ക്യൂസ് മീ. എടത്തി വാടാ. സ്വർഗത്തില് കട്ടുറുമ്പായോ? ഞാൻ നിങ്ങളുടെ റൊമാൻസിന്റെ ഒരു തടസ്സമായോന്ന്? ഇല്ലല്ലോ. നിന്ന് കഥാപ്രസംഗം പറയാതെ വന്ന കാര്യം പറയടാ. അത് പിന്നെ അച്ചമ്മ നിങ്ങളെ രണ്ടുപേരും താഴേക്ക് വിളിക്കുന്നുണ്ട്. എന്തിന്? മോതിരം തപ്പിയെടുക്കുന്ന ചടങ്ങിന്. എന്താ മോതിരം എടുക്കലോ? ആ ഒന്നും എനിക്കറിയില്ല. അച്ചമ്മ പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചോണ്ടേയല്ല. എനിക്കറിയാം, അങ്ങനെ ഒരു ചടങ്ങുണ്ട്. നിരജിച്ചല്ലേ, ഞങ്ങൾ വന്നോളാം. വേഗം വന്നേക്കണേ. തീർന്നില്ലല്ലോ ഈശ്വര ഈ മനോഹരമായ ആചാരങ്ങളൊന്നും. There are a lot of anomalies in their accounts. Like what? They have evaded paying huge sums of tax money which ought to be remitted under the US laws of foreign exchange. Why wasn't this matter reported earlier? Well, have you got anything to say? Sir, there is some huge misunderstanding that has happened somewhere. അതെ സാർ, ഈ ഇടപാടുകളിലെ എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നോക്കിയിരുന്നത് ഞാനാണ്. SS ഗ്രൂപ്പിന്റെ ഉടമയായ ഗിരിധർ നമ്പ്യാർ അടിമുടി മാന്യനും സത്യസന്ധനുമാണ്. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ ഫ്രം അവർ എൻഡ്. I know. We believe so too. But the truth is that it has happened. This is considered as a major crime here. We are going to be in a deep trouble. And do you have any idea regarding the punishment here for this in the United States? We know, sir. ഈ അടുത്ത കാലത്തായി നമ്മുടെ കാര്യങ്ങളെല്ലാം അവരുടെ കമ്പനി നോക്കുന്നത് മിസ്റ്റർ ഗിരിധർ നമ്പ്യാരുടെ അനിയനാണ്. So in all probabilities, this must have happened from Mr. Nidish Nambiar's lack of efficiency. If so, please call Mr. Giridhar Nambiar and inform him right away. ഈ സമയത്ത് ഗിരിധർ സാറിനെ ശല്യം ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. I mean, he just got married yesterday. I know, I can understand. But this is a serious issue which cannot be postponed. If this is not duly informed, it's going to land all of us in big trouble. I'm sure he'll understand. എന്നാ പിന്നെ തുടങ്ങല്ലേ? അച്ഛമ്മേ, മോതിരം. ഓ, അത് ഞാൻ മറന്നുപോയി. ഇതാ മോളെ. കണ്ടല്ലോ, ഈ മോതിരം ഞാൻ ഇതിലിടാൻ പോവാണ്.
വെള്ളത്തിൽ നോക്കാതെ നിങ്ങൾ രണ്ടുപേരും ഇത് തപ്പിയെടുക്കണം. നിങ്ങളിൽ ആർക്കാണോ മോതിരം കിട്ടുന്നത് അവർ ഈ കളി ജയിക്കും. അപ്പൊ ഇത് കളിയാണോ? അപ്പൊ ചടങ്ങെന്ന് പറഞ്ഞിട്ട്? മത്സരം പോലെ രസമുള്ള ഒരു ചടങ്ങ്, അങ്ങനെ കൂട്ടിയാൽ മതി. ഇതിൽ ആരാണോ മോതിരം കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. അതായത് കുടുംബജീവിതത്തിന്റെ ഭരണം, അങ്ങനെയാ പറയാറ്. ഗിരി, നീ വിട്ടുകൊടുക്കരുത്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ്. ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത്. സുമി, നീയും വിട്ടുകൊടുക്കരുത്. നമ്മള് പെണ്ണുങ്ങളുടെ ശക്തി എന്താണെന്ന് നീ കാണിച്ചു കൊടുക്കണം. നീരജെ, നീ ആരുടെ പക്ഷത്താ പറ? നിന്റെ ചേട്ടന്റെയോ ഏടത്തിയുടെയോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? സുമിതയുടെ ഭാഗത്ത്. ഞാൻ ഗിരിയുടെ ടീമിലാ. അച്ഛമ്മ പറ, അച്ഛമ്മ ആരുടെ കൂടെയാ? ഞാൻ രണ്ടുപേരുടെ കൂടെയാ. അതെന്നെ ഏർപ്പാടാ, ഈ രണ്ടു തോണിയിൽ ഇങ്ങനെ കാലി വെച്ച് നിൽക്കുന്ന പോലെ. കുഴപ്പമില്ലായിരിക്കും അല്ലേ അങ്ങനെ നിന്നാല്? അല്ലേ, കുഴപ്പമില്ല, ചെയ്തു. എന്നാ പിന്നെ തുടങ്ങാം. കിട്ടല്ലോ. സോറി 1 മിനിറ്റ്. നോക്കി വേണം കേട്ടോ. വാച്ച് ഞാൻ ഓർത്തില്ല. ഗിരിമോനെ, തോറ്റു കൊടുക്കരുത്. ജീവിതത്തിന്റെ കടിഞ്ഞാൻ ഭാര്യയുടെ കയ്യിൽ ഒരിക്കലും കൊടുക്കരുത്. കൊടുത്താൽ നിന്റെ കാര്യം പോക്ക. എന്നെ പോലെ കോഞ്ഞാട്ടിയായി പോവും. അനുഭവത്തിന്റെ വെളിച്ചത്തിലാ ഞാൻ പറയുന്നത്. മതി. റെഡി, സ്റ്റാർട്ട്. ഈ കളിയിൽ ഞാനല്ല ജയിക്കേണ്ടത്, ഗിരിയാണ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ കടിഞ്ഞാൻ നിയന്ത്രിക്കേണ്ടത് ഗിരി തന്നെയാ. ഈ മോതിരം എടുക്കേണ്ടത് ഞാനല്ല, സുമിതയാണ്. ഈ ചടങ്ങിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സുമിത വെറുതെ തോക്കണ്ട. ഗിരി, ഗിരിക്ക് കിട്ടി, ഗിരിക്ക് കിട്ടി. ഗിരി, 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 ഗിരിയേട്ടൻ. ഗിരി, 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 ഗിരിയേ, ഗിരിയേ, ഗിരി, ഗിരി. സുമിത, സുമിത. പൊളിച്ചു മോളെ, പൊളിച്ചു. നീ നമ്മുടെ പെണ്ണുങ്ങളുടെ മാനം കാത്തു. ഇനി ഈ വീടിനെ നയിക്കാൻ പോകുന്നത് നീയാ. കൺഗ്രാജുലേഷൻ സുമിത. താങ്ക് യു. അവൻ ഗിരി, അവന്റെ ജന്മം പാഴായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എക്സ്ക്യൂസ് മീ. യെസ്. അയ്യോ. യെസ് മിസ്റ്റർ ഫ്ലോയ്ഡ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? Okay, I will look into the matter right away. Just give me some time. Thank you for calling. Akash, come. ഒരു മിനിറ്റ് വരാം. എന്താ ഗിരി? അതെ, ചെറിയൊരു പ്രശ്നമുണ്ടടാ. എന്താ? നീ ആകെ ടെൻഷനാണല്ലോ. അത് ഒട്ടും സുഖമില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ മാസം ഒരു ബിസിനസ് ആവശ്യത്തിനായി നമ്മൾ നിതീഷിനെ ന്യൂയോർക്കിലേക്ക് അയച്ചത്? അതെ, സാനിയയ്ക്ക് ശ്രീനിഷിന് വേണ്ടി ഒരു അമേരിക്കൻ കമ്പനി വാങ്ങുന്ന കാര്യത്തിനല്ലേ? അതെ. അതിനുവേണ്ടി നമ്മളൊരു നല്ല തുക ഫോറിൻ എക്സ്ചേഞ്ചിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരുന്നു, അഡ്വാൻസ് ആയിട്ട്. യെസ്, അതിന്റെ ഡീൽ മുഴുവൻ ഞാൻ നിതീഷിനെ അല്ലേ ഏൽപ്പിച്ചിരുന്നത്. ഇപ്പൊ എന്നെ വിളിച്ചത് ആ കമ്പനിയുടെ സിഇഒ ആണ്. അയാൾ പറയുന്നത് ഫൈനൽ മീറ്റിംഗിനായി നിതീഷ് ന്യൂയോർക്കിലേക്ക് പോയതേ ഇല്ലെന്നാണ്. ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ? അത് മാത്രമല്ല, ഈ ഇടപാടിന് വേണ്ടി നമ്മൾ US ഗവൺമെന്റിൽ അടയ്ക്കേണ്ട ടാക്സും അവൻ അടച്ചിട്ടില്ലത്രേ. ഇതൊക്കെ കേട്ടിട്ടേ എനിക്കൊരു ഞെട്ടലും തോന്നുന്നില്ല ഗിരി. നീ വിചാരിക്കുന്ന പോലെ അല്ല പല കാര്യങ്ങളും. എടാ, നീ അന്ധമായി വിശ്വസിച്ച് നിതീഷിനെ ഏൽപ്പിക്കുന്ന പല കാര്യങ്ങളും അവൻ സത്യസന്ധമായിട്ടല്ല ചെയ്യുന്നത്. ഇവിടെ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അവൻ അങ്ങനെയൊക്കെ എന്നോട് കാണിക്കുവോ?
എടാ, ഒന്നുമല്ലെങ്കിൽ എന്റെ അനിയനല്ലേ അവൻ. ഗിരി, നീ ഒരു പാവ. മറ്റുള്ളവർക്ക് നിന്നെ പറ്റിക്കാൻ വളരെ എളുപ്പ. നമ്മുടെ കമ്പനിയിൽ നിന്നേ നിതീഷിനെതിരെ വരുന്ന ആദ്യത്തെ ആരോപണമൊന്നുമല്ലല്ലോ ഇത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ ക്ലിയർ ചെയ്യണം. നിതീഷ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവനെ വിളിച്ച് കാര്യങ്ങൾ കൃത്യമായി ചോദിക്കാം. നിതീഷേ, come here. എന്താ? സാനിയയ്ക്ക് വേണ്ടി നമ്മളൊരു അമേരിക്കൻ കമ്പനി വാങ്ങാൻ തീരുമാനിച്ചിരുന്നില്ലേ? അതിന്റെ ഡീൽ എന്തായി? അത് നടക്കുന്നുണ്ടല്ലോ ഏട്ടാ. എന്ത് നടക്കുന്നുണ്ടെന്ന്? ഒരു ചുക്കും നടക്കുന്നില്ല. അതിനുവേണ്ടി കഴിഞ്ഞ മാസം നീ ന്യൂയോർക്കിൽ പോയി എന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്, അല്ലേ? അത് ഞാൻ പോയിരുന്നു. കള്ളം പറയുന്നു. നീ അവിടെ ചെന്നിട്ടില്ലെന്ന് ആ കമ്പനിയുടെ സിഇഒ എന്നെ വിളിച്ച് പറഞ്ഞല്ലോ. ഞാൻ പോവാൻ വേണ്ടി തയ്യാറായിരുന്നു ഏട്ടാ. പക്ഷെ ആ സമയത്ത് എനിക്ക് അത്യാവശ്യമായിട്ട് സിംഗപ്പൂർ വരെ പോകേണ്ടി വന്നു. സിംഗപ്പൂരിൽ നിനക്കെന്താ കാര്യം? അവിടുത്തെ നമ്മുടെ ബിസിനസ്സുകളൊക്കെ നോക്കുന്ന ആകാശല്ലേ, അല്ലേ? സോറി ഏട്ടാ, ഞാനത് പിന്നെ സിംഗപ്പൂരിൽ എന്റെ ഫ്രണ്ടിനൊരു അത്യാവശ്യം, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകേണ്ടി വന്നേ. നമ്മുടെ ബിസിനസിനേക്കാളും സാനിയേക്കാളും വലുതാണോ നിനക്ക് നിന്റെ സുഹൃത്തിന്റെ കാര്യം? അത് മാത്രമല്ല, ആ ബിസിനസിന് വേണ്ടി നമ്മൾ കൊടുത്ത അഡ്വാൻസ് തുകയുടെ ടാക്സോ അത് നീ അടച്ചില്ലല്ലോ. ഈടാ, എങ്ങനെയാടാ നിനക്ക് ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറാൻ സാധിക്കുന്നത്? ഇന്ത്യയിൽ കൃത്യമായി ഇൻകം ടാക്സ് കൊടുക്കുന്ന ബിസിനസ്സുകാരിൽ ഒരാളാണ് ഞാൻ. അതിന്റെ പേരിൽ ഗവൺമെന്റ് എന്നെ ആദരിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള എന്നെ ഒരു നികുതി വെട്ടിപ്പുകാരന്റെ പട്ടികയിൽപ്പെടുത്താനാണോ നിന്റെ പ്ലാൻ? ആണോ? സോറി ഏട്ടാ, ഞാൻ ഇന്ന് തന്നെ എല്ലാം ചെയ്തോളാം. ഇന്ന് തന്നെ, ഐ പ്രോമിസ്. വേണ്ട, ഇനി നീ ഇതിനു വേണ്ടി കഷ്ടപ്പെടണമെന്നില്ല. ഞാനിന്ന് രാത്രി യുഎസിലേക്ക് പോവാ. ബിസിനസ്സിലെ സത്യസന്ധതയാണ് എനിക്ക് പ്രധാനം. എന്റെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കാൻ ഞാൻ ഒരാളെയും സമ്മതിക്കില്ല. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഇനി എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കാനുള്ളൊരു അവസ്ഥ നിനക്ക് വന്നാ പൊക്കോ. എടാ, നീ യുഎസിലേക്ക് പോകുന്നു പറഞ്ഞ കാര്യമാണോ? പിന്നെ തമാശയാണെന്ന് വിചാരിച്ചോ? എടാ, ഇവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്താ പോരെ? പോരാ. എനിക്ക് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നടക്കണം. പ്രത്യേകിച്ച് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ സ്ഥിതിക്ക് ഞാൻ നേരിട്ട് പോയേ പറ്റൂ. എടാ, കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് സുമത കാലെടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. അവൾക്കുണ്ടാവില്ലേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ? കുറച്ച് ദിവസം അവളോടൊപ്പം കഴിയാന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തല്ലേ? എടാ, ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവല്ലേ, പിന്നെന്താ പ്രശ്നം? ഗിരി, ഇത് നീ സുമിതോട് കാണിക്കുന്ന നീതികേടാ. നിന്റെ അനിയത്തിയോട് നീ കാണിക്കുന്ന ആത്മാർത്ഥത ഒരു പകുതിയെങ്കിലും നീ സുമിതയോട് കാണിക്കും ഗിരി. എടാ, ഇപ്പൊ ധൃതി പിടിച്ച് അങ്ങോട്ട് പോയി എങ്ങനെ ശരിയാവും? എടാ, നിന്റെ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ എന്തിനാ ഈ കല്യാണത്തിന് തയ്യാറായത്? എന്റെ അനിയത്തി സാനിയയ്ക്കൊരു ലൈഫ് ഉണ്ടായി കാണാൻ, അല്ലേ? വിവാഹശേഷം സാനിയയ്ക്കും ഭർത്താവിനും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആ ഡീല് വിശ്വസിച്ച് ഞാൻ ഒരുത്തനെ ഏൽപ്പിച്ചു. അവനത് കുളവാക്കി. അപ്പൊ പിന്നെ ഞാൻ അതിൽ ഇടപെട്ടല്ലേ പറ്റൂ. ഇടപെടണം വേണ്ടെന്ന് ആരാ പറഞ്ഞേ? പക്ഷെ അതിനു വേണ്ടി ഇത്ര ധൃതി പിടിച്ച് യുഎസിലേക്ക് പോകേണ്ട കാര്യം എന്താ? എടാ, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാര്യങ്ങള്. നീ ഒന്നും പറയണ്ട. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തോന്നി. അത് ഞാൻ അവിടെ കാത്തു നിൽക്കാതെ ഇങ്ങ് വന്ന് ഫ്രഷ് ആവെന്ന് വിചാരിച്ചേ. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് സുമിതയോട് പറയാനുണ്ട്. എനിക്ക് ഇന്ന് രാത്രി തന്നെ യുഎസിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അത്രയും അർജന്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാ. സുമിത ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തൊരു മനുഷ്യനാണെന്നല്ലേ. കല്യാണം കഴിഞ്ഞ് ഗൃഹപ്രവേശത്തിന്റെ അന്ന് തന്നെ ഭാര്യയെ ഒറ്റയ്ക്കാക്കിയിട്ട്
ബിസിനസ് നോക്കാൻ പോകുന്ന ഒരു പരമ ബോറനായ ഭർത്താവായിട്ടായിരിക്കും സുമിത എന്നെ കാണുന്നത്. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചതേ ഇല്ല. വേറെ വലിയ പ്രതീക്ഷകളൊന്നും എനിക്ക് ഗിരിധരനെ പറ്റി ഉണ്ടായിട്ടുമില്ലല്ലോ. ഞാനൊരു പൊതു തത്വം പറഞ്ഞതേ ഉള്ളൂ. എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇറ്റ്സ് ഓക്കെ. സ്റ്റിൽ അതൊരു ശരിയായ കാര്യമല്ലെന്ന് എനിക്കറിയാം. ഐ എം സോറി. എന്നോട് മാപ്പൊക്കെ എന്തിനാ പറയുന്നേ? ഗിരിധരനെ പോലുള്ള ഒരാളുടെ തിരക്കൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ ഇത് ആദ്യത്തെ ദിവസമല്ലല്ലോ, രണ്ടാമത്തെ ദിവസമല്ലേ. അതുമല്ല, നമുക്കിടയിൽ അങ്ങനെയുള്ള പ്രതീക്ഷകളും നിരാശകളും ഒന്നും ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് ചില കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ട്. അച്ഛനായിട്ട് എന്നെ പഠിപ്പിച്ച കാര്യമാ. കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് ഏതൊരു കാര്യവും സക്സസ് ആകാനുള്ള കീ പോയിന്റ്. സുമിതയെ ഒറ്റയ്ക്കാക്കി പോകുന്നതിന്റെ പേരിൽ ആകാശം എന്നെ കുറെ വഴക്ക് പറഞ്ഞു. അതൊന്നും ഓർത്ത് ഗിരിധർ വിഷമിക്കണ്ട. കാര്യങ്ങൾ നടക്കട്ടെ. പൂവല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നല്ലോ. ആ പിന്നെ ഗിരിധർ അമേരിക്കയിൽ നിന്ന് വരുമ്പോഴത്തേക്കുവേ മിക്കവാറും ഇവിടുത്തെ ഈ വാർഡ്രോബൊക്കെ ഞാൻ കൈയടക്കിയിട്ടുണ്ടാവും. അതൊന്നും സാരമില്ല. താങ്ക് യു ഇത്ര അണ്ടർസ്റ്റാൻഡിംഗ് ആയി പെരുമാറുന്നതിന്. പിന്നെ എന്നാ ഞാൻ ചെന്നിട്ടേ യാത്രയ്ക്കുള്ളതെല്ലാം പാക്ക് ചെയ്യട്ടെ. എങ്ങനെയെന്ന് പറഞ്ഞാ മതി, ഞാൻ സഹായിക്കാം. വേണ്ട, അത് ശരിയാവില്ല. സോറി, നോ ഓഫൻസ്. എനിക്ക് എന്റേതായ രീതികളുണ്ട് സുമിത. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും. ഇവിടെ ഒരു ദാമോദരേട്ടനുണ്ട്. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ആളാ. പുള്ളിക്കാരൻ അതൊക്കെ ചെയ്തോളൂ. ശരി, ആയിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ മോതിരം, ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് അച്ഛമ്മയുടെ മോതിരമാ. പക്ഷെ ആ ചടങ്ങി വെച്ച് സുമിത എടുത്തതല്ലേ. തൽക്കാലം സുമിത തന്നെ സൂക്ഷിച്ചോളൂ. ഇന്നരെ എല്ലാം റെഡിയല്ലേ? അവരിപ്പിങ് എത്തും. എല്ലാം റെഡിയാണ് ചന്ദ്രേട്ടാ. സുമി ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം സമയത്തിന് ചെയ്തേനെ. നിന്നെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാ കൂടില്ല. അതെങ്ങനെയാ? എന്നാ നമ്മൾ എന്തെങ്കിലും സഹായിക്കാന്ന് വെച്ചാൽ ഇന്ദിര സമ്മതിക്കണ്ടേ? അവരെത്തി. അവരെത്തി. വാ, വേഗം എടുக்கலாம். പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു. കല്യാണത്തിന്റെ ഏറ്റവും നല്ല ഭാഗം ഹണിമൂൺ ആണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായേ. എന്നിട്ട് ഒന്നും കുഴപ്പമില്ല. യെസ് യെസ്. ജസ്റ്റ് എ മിനിറ്റ്, ഹോൾഡ് ഓൺ. എന്നിട്ട് പറ. ഓക്കെ, വലതുകാലി വെച്ച് അകത്തേക്ക് കയറി വാ. സനു, കേറ്. എന്താ മോളെ കാട്ടിയത്? നിലവിളക്കത്ത് പറഞ്ഞത് ഐശ്വര്യ. അതാണോ ഇത്ര ശ്രദ്ധയില്ലാതെ നിലത്ത് വീഴ്ത്തി കളഞ്ഞത്? വലിയ അപശകുന നീ ചെയ്തത്. ഗൃഹപ്രവേശത്തിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വരുന്ന മരുമകള് ഐശ്വര്യം കൊണ്ടുവരുമെന്ന അവിശ്വാസം. അതാ ശ്രദ്ധയില്ലാതെ നീ ഇല്ലാതാക്കിയത്. ഇവൾക്കിതൊന്നും പരിചയമുള്ള കാര്യങ്ങളല്ലല്ലോ അമ്മമ്മേ. പരിചയമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അല്ലാതെ ഇതുപോലൊരു മംഗളകർമ്മത്തിനിടയിൽ ഫോണാണോ വലുത്?